ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. കുറച്ച് സവാള, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ വേപ്പില ഇടണം. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വേവാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം. അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മുളക് പൊടി ഇടുക. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടുക. ഗരം മസാലപ്പൊടി ഇടാൻ കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. അതെല്ലാതും നന്നായി പിടിക്കണം. എന്നിട്ട് അതിൽ കുറച്ച് മീറ്റ് മസാല ഇടുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്, അത് മിക്സിയിലിട്ട് അടിച്ചതാണ്. എന്നിട്ട് അത് ഈ മസാലയിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ആ ചിക്കനൊക്കെ അതിൽ പിടിക്കണം. എന്നിട്ട് കുറച്ച് ബ്രെഡ് പൊടി ഇടണം. ഇത് ബ്രെഡ് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അതെല്ലാതും കൂടി നന്നായിട്ട് പരത്തി വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കുക. എന്നിട്ട് ഇത് മൈദപ്പൊടി വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്ത ഒരു ഇതാണ്. അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് മുക്കുക. അതെല്ലാതും അങ്ങനെ തന്നെ ചെയ്യുക. ഇതിന് എഗ്ഗ് വേണ്ട കേട്ടോ. എഗ്ഗിന് പകരമാണ് ഈ മൈദപ്പൊടി ചേർക്കുന്നത്. അപ്പം അതെല്ലാതും അതിൽ മുക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് പൊരിക്കണം.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ സിമ്പിളായിട്ടുള്ള കട്ട്ലേറ്റ് റെസിപ്പി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.